കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിന്റെ തലവനടക്കം 2 പേർ പിടിയിൽ. സംഘത്തലവൻ കണ്ണൂർ കാഞ്ഞിരോട് തലമുണ്ട സ്വദേശി ദാർ അൽ അബറാർ വീട്ടിൽ ജാസിർ അബ്ദുള്ള എന്ന ഡേവിഡ്, കണ്ണൂർ പിണറായി പാതിരിയാട് സ്വദേശി ഫാത്തിമാസ് വീട്ടിൽ മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ലഹരിമരുന്ന് കടത്തുന്ന സംഘങ്ങളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. റാഷിദും ജാസിർ അബ്ദുള്ളയുമാണ് കരിപ്പൂരിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്. റാഷിദിനെ കണ്ണൂർ പിണറായിലെ വീട്ടിൽ നിന്നും ദുബായിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലും ജാസിർ അബ്ദുള്ളയെ മുംബൈ എയർപോർട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. ഒരാഴ്ച മുൻപ് കരിപ്പൂർ എയർപോർട്ട് പരിസരത്തെ ലോഡ്ജിൽ നിന്ന് കണ്ണൂർ സ്വദേശികളായ റാമിസ്, റിയാസ് എന്നിവരെ 45 ലക്ഷത്തോളം വില വരുന്ന ഹൈബ്രിഡ് ലഹരിമരുന്നായ തായ് ഗോൾഡുമായി പിടികൂടിയിരുന്നു. വിദേശത്തേക്ക് കടത്താൻ ട്രോളി ബാഗിൽ ലഹരിമരുന്ന് തയ്യാറാക്കുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ വയനാട് സ്വദേശിയായ ഡെന്നിയുടെ പങ്ക് വ്യക്തമായതിനെ തുടർന്നാണ് വയനാട്ടിലെ ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത്. തായ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്ന 4.8 കിലോഗ്രാമോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ജില്ലയിൽ ആദ്യമായാണ് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. തായ്ലൻഡിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ ഇവിടെ എത്തിക്കുന്ന ഹൈബ്രിഡ് ലഹരി പിന്നീട് കാരിയർമാർ മുഖേന വിദേശത്തേക്ക് കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായത്. മലപ്പുറം ജില്ലയിലേതടക്കം നിരവധി മലയാളികൾ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജയിലിൽ കഴിയുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളോളം നിരീക്ഷിച്ചാണ് പ്രതികളെ ലഹരിയുമായി പിടികൂടിയത്. വിദേശത്തു നിന്നും സ്വർണം കടത്താൻ കാരിയർമാരായാൽ നല്ല പ്രതിഫലം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഇരകളെ കണ്ടെത്തുന്ന സംഘം ഇവർ അറിയാതെ ബാഗുകളിൽ ലഹരിമരുന്ന് സെറ്റ് ചെയ്ത് വിദേശത്തേക്ക് കടത്തുന്നു. പിടിക്കപ്പെടുന്നവർ വർഷങ്ങളായി അവിടെ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പിടിയിലായ ഡെന്നി കഴിഞ്ഞ ഫെബ്രുവരി മാസം ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്ക് ഹൈബ്രിഡ് ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളത്ത് കസ്റ്റംസിന്റെ പിടിയിലായിരുന്നു. 2 മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീണ്ടും ലഹരിക്കടത്തിൽ സജീവമാവുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചത്. പിടിയിലായ ജാസിർ അബ്ദുള്ളയെ ചോദ്യം ചെയ്തതിൽ ബാങ്കോക്ക് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന ഇയാളുടെ സംഘത്തിലെ മുഴുവൻ ആളുകളെക്കുറിച്ചും വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി DYSP സിദ്ദിഖ്, കരിപ്പൂർ ഇൻസ്പെക്ടർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇതുപോലെ സ്വർണം കടത്താനായിട്ട് സഹായിച്ചാൽ പണം തരാം എന്ന് പറഞ്ഞ ആളുകളെ വശീകരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് സ്വർണം അങ്ങോട്ട് കൊണ്ടുപോകും. ടീം ചെയ്യുന്നതാണ്. പക്ഷെ ഈ അങ്ങോട്ട് കൊടുത്തു വിടുമ്പോൾ ഇവരുടെ ഈ ഇവർക്ക് എടുത്ത് കൊടുക്കുന്ന ബാഗിൽ അതിൽ ഈ തായ് ഗോൾഡ് ഉണ്ടാവും, ഹൈബ്രിഡ് വെറൈറ്റി ഗഞ്ച ഉണ്ടാവും. അങ്ങനെ കുറെ പേര് പിടിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഗൾഫിൽ നിന്നാണ് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെ അന്ന് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം, നമ്മുടെ ടീമിന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം, ഡാൻസ് ഓഫ് ടീമെല്ലാം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കൊണ്ടോട്ടി DYSP നേതൃത്വത്തിൽ ടീം ശരിക്ക് വാച്ച് ചെയ്തു. കൊണ്ടോട്ടി DYSP, കരിപ്പൂർ CI, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, കൊണ്ടോട്ടി ഡാൻസ് ഓഫ് ടീം എല്ലാവരും കൂടി വാച്ച് ചെയ്ത് വലതിരിച്ച് ഒരു റാമിസ് റിയാസിനെ പിടികൂടി. അവരുടെ നമ്മളൊരു 4.8 കിലോഗ്രാം ഹൈബ്രിഡ് വെറൈറ്റി തായ് ഗോൾഡ് പിടികൂടിയിരുന്നു. ഇത് തായ്ലാൻഡിൽ നിന്നും ബാങ്കോക്കിൽ നിന്നും കൊണ്ടുവരുന്നത് അത് പിടികൂടിയത്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുന്നതിന് ആളുകളെ ഏർപ്പാട് കൊടുക്കുന്ന ഒരു ഡെന്നി കൊണ്ടുവന്ന് മനസ്സിലായി. അങ്ങനെ അന്ന് നമ്മൾ വയനാട് പോയിട്ട് ഡെന്നിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെന്നിയും റാമിസിനെയും റിയാസിനെയും ക്വസ്റ്റ്യൻ ചെയ്തതിൽ ഇവർക്ക് ആളുകളെ എത്തിക്കുന്നത് മാത്രം മറ്റു കാര്യങ്ങളും സാധനം എത്തിച്ചു കൊടുക്കുന്നത് അത് ബാംഗ്ലൂർ എന്നാണ് സാധനം കൊണ്ടുവരുന്നത്. ബാംഗ്ലൂർ സാധനം കൊണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ എത്തിക്കുന്നത്, ഏരിയയിൽ എത്തിക്കുന്നത് ഇന്ന ആളാണെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ കണ്ണൂരുള്ള ഒരു മുഹമ്മദ് റാഷിദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റാഷിദിനെ ക്വസ്റ്റ്യനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു ജാസിർ അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളാണ് ഓൾ ഇന്ത്യ ലെവലിൽ തായ്ലാൻഡിൽ നിന്ന് ബാങ്കോക്കിൽ നിന്നൊക്കെ ഈ ഹൈബ്രിഡ് വെറൈറ്റി ഗഞ്ച കൊണ്ടുവന്ന് അത് അവിടെ നിന്ന് മുംബൈയിൽ കൊണ്ടുവരും, മുംബൈയിൽ നിന്ന് ബാംഗ്ലൂർ കൊണ്ടുവരും, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിച്ച് ഇവിടെ നിന്ന് ആളുകളെ ആളുകൾ വഴി കയറ്റി വിടുന്ന സംഘത്തിന്റെ പ്രധാന തലവൻ ജാസിർ അബ്ദുള്ളയാണ്. അയാളെ നമ്മളിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈബ്രിഡ് വെറൈറ്റി സാധനം കൊണ്ടുവന്ന് പലപ്പോഴും ഈ കൊണ്ടുപോകുന്ന ഈ കരിയേഴ്സ് അവർക്ക് ഇത് അറിയില്ല, എങ്ങനെ ഇതിനാണ് കൊണ്ടുപോകുന്നത്, ഈ ബാഗ് കൊടുക്കുന്നത്. അങ്ങനെ പലരും അവിടെ ഗൾഫിൽ ജയിലിലൊക്കെ ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ വരുന്നത്. പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് അറിയാം. ആ ഇൻസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ കിട്ടിയ ഇൻപുട്ട് അനുസരിച്ചാണ് നമ്മൾ
ഇത് അന്വേഷണം തുടങ്ങിയത്. M5 ന്യൂസ് മലപ്പുറം.